2020-21 കാലഘട്ടത്തിൽ കോവിഡ് എങ്ങനെയാണോ ലോക സമ്പദ് വ്യവസ്ഥയെ ബാധിച്ചത്, അത്തരത്തിലേക്ക് ഈ യുദ്ധം നമ്മളെ കൊണ്ടുപോവുകയാണ്. 2.5 മാസം മുമ്പ് യുദ്ധം ആരംഭിക്കുമ്പോൾ ഒരു ബാരൽ എണ്ണയുടെ വില $70 ആയിരുന്നെങ്കിൽ ഇന്ന് വീഡിയോ ഞാൻ ചെയ്യുമ്പോൾ $126. യുദ്ധം കുറയുമെന്ന ഒരു സൂചനയുമില്ലാത്തതുകൊണ്ട് അത് പടിപടിയായി വർദ്ധിക്കുമെന്ന് കണക്കാക്കുന്നു. എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ എണ്ണവില നേരത്തെ 100 രൂപയായിരുന്നെങ്കിൽ ഇപ്പോൾ ഏതാണ്ട് 180 രൂപ ആവേണ്ടതാണ്. ഇന്ത്യയിൽ പക്ഷേ അത്തരത്തിലുള്ള വില വർധനവ് ഇതുവരെ നടപ്പിലായിട്ടില്ല. ലോകത്തെല്ലായിടത്തും പക്ഷേ വില വർധനവ് പ്രാവർത്തികമായി. ഇന്ത്യൻ എണ്ണ വിപണിയെ നിയന്ത്രിക്കുന്നത് സർക്കാരായതുകൊണ്ടാണ് അത് ഇതുവരെ അങ്ങനെ നടപ്പിലാക്കാത്തത്. എന്നാൽ എണ്ണ കമ്പനികൾക്ക് 30,000 കോടിയിലധികം രൂപ വീതം നഷ്ടമായിരിക്കുന്നു എന്നാണ് കണക്കുകൾ. ഏറെ വൈകാതെ ഇന്ധനവില വർദ്ധിപ്പിക്കും. കുറഞ്ഞത് ലിറ്ററിന് 10 രൂപയെങ്കിലും വർദ്ധിച്ചേക്കും എന്നാണ് റിപ്പോർട്ട്. എങ്കിൽ പോലും നഷ്ടം നികത്താൻ എണ്ണ കമ്പനികൾക്കോ രാജ്യത്തിനോ സാധ്യമല്ല. എണ്ണ വിലയിലും പ്രകൃതിവാതക വിലയിലും ഉണ്ടാവുന്ന വർധനവിന് അപ്പുറത്തേക്ക് ഇത് സമസ്ത മേഖലകളെയും ബാധിക്കും. എണ്ണ വിലയാണ് എല്ലാ സാധനങ്ങളുടെയും വിലയുടെ അടിത്തറ എന്നതുകൊണ്ട് തന്നെ വലിയ വിലക്കയറ്റത്തിലേക്ക് നീങ്ങുന്ന സാഹചര്യം രൂപപ്പെടുന്നു. യുദ്ധം അവസാനിക്കുമെന്ന് കരുതിയെങ്കിലും അറുതിയില്ലാതെ നീണ്ടുപോകുന്നത് കൊണ്ട് ഇനി നമ്മൾ സ്വയം നിയന്ത്രിക്കുക മാത്രമാണ് വഴി എന്ന് തിരിച്ചറിഞ്ഞാണ് മോദി ഇങ്ങനെ ഒരു പ്രസ്താവനയുമായി രംഗത്ത് വന്നത്.